അപ്പോഴേ രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കാട്ടിലങ്ങാടി താനൂർ കാട്ടിലങ്ങാടി റോഡിൻ്റെ. അപ്പോൾ അതിൻ്റെ വീടായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നേരത്തെ ഞാൻ ഇട്ടത്. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാട്ടിലങ്ങാടി LP സ്കൂളിൻ്റെ വരെയുള്ളൊരു വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ആണ് ആ ദൂരം. ആ 1 കിലോമീറ്റർ ദൂരത്തിലുള്ള നമ്മുടെ സ്വന്തം ഓഫ് റോഡ് എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പം രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ കാട്ടിലങ്ങാടിയിലേക്ക് ഒരു ഓട്ടോ അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരില്ല. അത് കണ്ടില്ലേ, ഗർദ്ധം എന്നൊക്കെ പറയാം. ഇതാണ് അവസ്ഥ. ഞാൻ അംബാസഡറായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോ കുഴിയിൽ ഇറങ്ങിയാൽ അത്യാവശ്യം ടയർ വലുപ്പമുണ്ടായതിനെ കൊണ്ട് വലിയ കുഴപ്പം വരില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഒന്നിങ്ങനെ എടുത്ത് വിട്ടൊന്നുള്ളൂ കേട്ടോ. കാരണം ഇതിൻ്റെ മേലെ കുറേ പൊങ്കാലയുടെ ആൾക്കാർ വരും. സംഭവം 6-7 കൊല്ലം ആയിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. അന്ന് LDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് PWD ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അത് കണ്ടില്ലേ, ഇതിലൂടെയൊക്കെ എന്താ പറയുക, മഴയത്തൊരു ബൈക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ അടപടലം കൂട്ടുന്ന സ്ഥലം കേട്ടോ. കണ്ടില്ലേ, ഒരു ബൈക്കുകാരെ ഇട്ടിടുന്ന മാതിരി പോണത്. ഇട്ടിടാനൊക്കെ കൂടെ വന്നാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. അപ്പോൾ അന്ന് നമ്മുടെ LDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരൊരു ബോർഡ് നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള മതിലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ആരെ വികസനം മുടക്കണത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ബോർഡായിരുന്നു. ആ ബോർഡ് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മുടെ LDF ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു. എന്നിട്ടും ഇതിനൊരു പരിഹാരമില്ല. പിന്നെ നമ്മളെ നാട്ടുകാർക്കൊന്നും ആർക്കും ഒരു പരാതി ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ആരും ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോ ഇടും. ആ വീഡിയോ ഇടുമ്പോൾ കുറച്ച് കമൻറ്റ് ആയിട്ട് താഴെ വരും. അപ്പോൾ ഏതായാലും നാളെ ഞാൻ നമ്മളെ തിരൂർ PWDയിൽ നമ്മൾ സ്വന്തമായിട്ടൊരു പരാതി കൊടുക്കുക എന്ന് വിചാരിച്ച് പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കൂടെ ആവശ്യമാണല്ലോ, നാടിൻ്റെ ആവശ്യമല്ലേ. കാരണം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് ഒരാളൊരു ഓട്ടോ കാട്ടിലങ്ങാടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓട്ടോക്കാരന് 40-50 രൂപയാണ് ഇങ്ങോട്ടുള്ള ഒരു ചാർജ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ 250 അവന് ചിലവാണ്. കാരണം ഓരോ കുഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ സ്പെയർ പാർട്സൊക്കെ ഇളകും. ഇതാണ് അവസ്ഥ. അതൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് സഹകരിച്ച് എല്ലാവരും കൂടി ഒപ്പിട്ടിട്ട് നമുക്ക് നിവേദനം ഞാൻ കൊണ്ടു കൊടുത്തോളാം. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഈ കാട്ടിലങ്ങാടി നിവാസികൾ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഒക്കെ കൂടി എൻ്റെ അടുത്ത് തന്നാൽ അപേക്ഷ ഞാൻ എഴുതിക്കോളാം. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നീക്കുപോക്കാവും എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നീക്കുപോക്കാവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളെ സർക്കാർ സംവിധാനത്തിനെ ഇപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിന് മെനക്കട ആൾ വേണ്ടേ. കാരണം നമ്മുടെ ഒരു LP സ്കൂള്, ഒരു UP സ്കൂള്, പിന്നെ അമ്പലങ്ങൾ, ആരോഗ്യ കേന്ദ്രം, പിന്നെ അംഗനവാടി, പിന്നെ പള്ളികൾ ഒക്കെ നമ്മുടെ ഇവിടെ ഈ അങ്ങാടിയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇവിടേക്കൊക്കെ വരുന്ന ആളുകൾ പല ആവശ്യങ്ങൾക്ക്, സ്കൂളിലേക്ക് തന്നെ വരുന്ന കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ആൾക്കാർ വേറെപ്പം ഇവിടെ ഈ 2 സ്കൂളാണ് ഇവിടെ കാര്യമായിട്ട് നമുക്കുള്ളത്. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പോൾ LP സ്കൂളിൻ്റെ അടുത്തുള്ള വളവാണ്. അപ്പോൾ ഇതുവരെയുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ വരുന്ന നമ്മുടെ ഞാൻ വണ്ടി നിൽക്കുന്ന സ്പോട്ടാണ് ഇനി നമ്മുടെ കാട്ടിലങ്ങാടി എന്ന് പറഞ്ഞ അങ്ങാടി വരിക. അതിൻ്റെ റൈറ്റ് സൈഡിൽ തണ്ണീർ ഭഗവതി ക്ഷേത്രവും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ അങ്ങാടിയാണ് കേട്ടോ. ഒരു 5-10 ചെറിയ കടകളും റേഷൻ കടയും അങ്ങനെ കൂടെയുള്ള ഒരു അങ്ങാടിയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ദേവദാറ് വരെ ഉള്ളത് മിക്കവാറും ഞാൻ നാളെ എടുത്ത് വിട്ടുതരാം കേട്ടോ. ഓരോ പാർട്ടായിട്ട് കിടന്നോട്ടെ. ഓക്കെ, പ്രതികരിക്കുന്നവർ പ്രതികരിക്കുക. ഓക്കെ, താങ്ക് യു.